തൃശൂർ വടക്കാഞ്ചേരി മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ നടപ്പുര ഗോപുര സമർപ്പണ ചടങ്ങ് രാഷ്ട്രീയവൽക്കരിച്ചതായി ആരോപണം. ആധ്യാത്മിക രംഗത്തെ ഒരാളെ പോലും ഉൾപ്പെടുത്താതെ CPM നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചടങ്ങ് സംഘടിപ്പിക്കുന്നതിൽ പ്രതിഷേധവുമായി ഭക്തജന കൂട്ടായ്മ രംഗത്തെത്തിയിട്ടുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ് വടക്കാഞ്ചേരിയിലെ മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രം. നടപ്പുരയുടെയും ഗോപുരത്തിന്റെയും എല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഭക്തജനങ്ങളിൽ നിന്നടക്കം സംഭാവനകൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ ക്ഷേത്രത്തിന്റെ സമർപ്പണ ചടങ്ങിൽ ആധ്യാത്മിക രംഗത്തെ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് CPM ജനപ്രതിനിധികളെ മാത്രം പങ്കെടുപ്പിക്കുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം. ആ നടപ്പുര ഗോപുര സമർപ്പണ ചടങ്ങ് CPM രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള നേതാക്കളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ഹനിക്കാനും ആചാര ലംഘനവുമാണ് അതിലൂടെ നടക്കുന്നത്. കാരണം അഹിന്ദുവായ ഒരാളെ കൊണ്ടാണ് ക്ഷേത്രത്തിൽ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത്. അതായത് വിളക്ക് കൊളുത്തുക. അത് ഹിന്ദുക്കളായ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ക്ഷേത്ര ഉപദേശക സമിതിയിലെ ഭൂരിഭാഗവും CPM അനുഭാവികളാണെന്നും ഇവരുടെ തീരുമാനത്തിനനുസരിച്ചാണ് ചടങ്ങുകൾ നിശ്ചയിച്ചതെന്നുമാണ് ഉയരുന്ന പ്രധാന വിമർശനം. വലിയ പ്രതിഷേധമാണ് ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അവിടെ ഈ ഭക്തി നിർഭരമായ കാര്യങ്ങളിൽ ചടങ്ങ് വഹിക്കേണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു സന്യാസിവര്യന്മാരും അതുപോലെ ആത്മീയ ആചാര്യന്മാരാണ്. ആ സദസ്സിനെയാണ് നമ്മൾ MP MLA ജനപ്രതിനിധികളെ കൊണ്ടുവന്നത്. അത് പ്രോട്ടോകോൾ എന്നാണ് ഉപദേശക സമിതി പറയുന്നത്. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്ര കാര്യങ്ങളിൽ എന്താണ് പ്രോട്ടോകോൾ? അതായത് വാർഡ് മെമ്പർ മുതൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, MLA, MP, മന്ത്രി, ഈ തരത്തിലാണ് ഇങ്ങനൊരു ചടങ്ങിനെ അവർ കൊണ്ടുവരുന്നത്. അതിനെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് ഈ ഭക്തജന കൂട്ടായ്മ. ജനുവരി 8-നാണ് നടപ്പുര ഗോപുരത്തിന്റെ സമർപ്പണ ചടങ്ങ്. ജനം, തൃശൂർ.